ഹായ് മകളെ, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +1 വെറുതെ ഇരിക്കുന്ന ആളുകളാണ് പല കുട്ടികളും. എന്നാൽ ഞാൻ ചെറിയൊരു സത്യം പറയാം. നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പല കുട്ടികളും +1 വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? തീർച്ചയായിട്ടും വിശ്വസിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരുപാട് ചങ്കുകളും ചങ്കത്തികളുമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. പ്രിയപ്പെട്ട മകളെ, നിങ്ങൾ ഏത് തന്നെ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ എൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. 1-2 ദിവസങ്ങൾ കൂടുമ്പോൾ നമ്മൾ നടത്തുന്ന ബ്രിഡ്ജ് കോഴ്സുകളൊക്കെ എന്തിനാണ്, വെറും ഷോക്ക് വേണ്ടിയിട്ടാണോ നടത്തുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. +1 എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ് വരെ കണ്ട ഒരു സംഭവമേ അല്ല. 10ാം ക്ലാസ്സിൽ വരെ നിങ്ങൾ കണ്ട സിലബസുകളല്ല +1 നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കൊമേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ കണ്ട ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത പുതിയ കുറേ കാര്യങ്ങളാണ് കൊമേഴ്സിൽ പഠിക്കാനുള്ളത്. സയൻസിലാവട്ടെ, നിങ്ങൾ ഇതുവരെ കണ്ട സയൻസ്, മാത്സോ, ഫിസിക്സോ, കെമിസ്ട്രിയോ അല്ല, അതിനൊക്കെ 10 മടങ്ങ് കട്ടിയുള്ള സിലബസുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ +2വിനേക്കാൾ ഒരു മാസം കുറവായിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തന്നെ കിട്ടുക. +2വിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ളത് ഒരു പക്ഷേ +1 തന്നെ ആയിരിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നിമിഷം നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് എങ്കിൽ, മക്കളെ, പല ആളുകളും സ്റ്റെക്കായി പോകുന്നൊരു ഏരിയ ഉണ്ട്. അതായത് ബേസിക് അറിയാത്തതിൻ്റെ പല കാരണങ്ങൾ. ഈ വീഡിയോ മുഴുവനും കാണുക. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പല ആളുകളും വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് ക്ലാസ് പഠിക്കുന്നുണ്ടെന്ന്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ +1 സയൻസിലെയോ കൊമേഴ്സിലെയൊക്കെ ഒരു വീഡിയോസ് എടുത്ത് നോക്കുക, ഒരു ലൈവ് വീഡിയോ എടുത്ത് നോക്കുക. അതിലെല്ലാ സബ്ജക്റ്റിലും ആദ്യത്തെ ചാപ്റ്റർ ലൈവ് ഓൾറെഡി നിങ്ങൾക്ക് ചാനൽ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ ഒരുപാട് പുതിയ പുതിയ കമൻസുകൾ വന്നിട്ടുണ്ട്, ഈ വർഷത്തെ കമൻസുകൾ. അതായത് SSLC റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ +1 സയൻസിനും കൊമേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയും കൃത്യമായുള്ള ബോധ്യമുള്ള ആളുകളാണ്. നമ്മൾ ഇവരോടാണ് +2വിന് ശേഷം മത്സരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, +1 +2വിൽ തന്നെ പല ആളുകൾക്കും സീറ്റ് കിട്ടിയില്ല. +2 കഴിഞ്ഞ ശേഷം പല ആളുകളും പല വിചാരിച്ച കോഴ്സുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അത്രയധികം കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ വെറും വേസ്റ്റ് തന്നെയാണ്. നല്ല മാർക്കിനൊപ്പം സ്കില്ല് കൂടി വളർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ലോകത്തെ നയിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ധൈര്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജ് കോഴ്സുകളൊക്കെ കാണുക. അത് ഏതുമാവട്ടെ, ഏത് ടോപ്പിക്കാവട്ടെ, ഏത് സബ്ജക്റ്റ് ആവട്ടെ, അത്രക്കും ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു മടിയും കൂടാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങും. പല ആൾക്കാരും വിചാരിക്കും, സാർ SSLC കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് അത്രയും ടാസ്ക് വീണ്ടും കൂടി വരികയുള്ളൂ. +1 എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ ഒരുപാട് കൂടെ, അഗ്നി യുവ ബാച്ചിലൊക്കെ ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. റിസൾട്ട് പോലും വന്നിട്ടില്ല, അവർ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആണ്. പല ആളുകൾക്കും വെറുതെ ഇരുന്ന് ബോർ അടിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്താണോ ഈ സമയത്ത് ഫീൽ ചെയ്യുന്നത് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷൈത്രം സാംപ്രദായ ലേണിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതായ നമ്പറിൽ വിളിച്ചാൽ മതി. ബൈ.